ഇന്ന് നമ്മളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. അതിനാദ്യമായിട്ട് കുറച്ച് സവാള എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് സവാള കുറച്ച് കൂടിപ്പോയി. ഞാനിത് 1 കിലോ റൈസിന് ഒരു 4 വലിയ സവാളയാണ് എടുത്തത്. അതെനിക്ക് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നിപ്പോയി. അപ്പോൾ അത് കുറച്ചെടുക്കുക. 4 സവാളയും 2 തക്കാളിയാണ് എടുത്തത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയതും കുറച്ച് നമ്മൾ ആ സവാള വറുത്തതും പിന്നെ ബിരിയാണി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച്, ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്തിട്ട്, ഇതിന്റെ അളവൊന്നും എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയത്തില്ല. ആ തൈരും കൂടെ ചേർത്തിട്ട് ഈ ഉള്ളി ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഞെവിടി എടുത്തതിന് ശേഷം നമ്മൾ ചിക്കനും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. പെരിഞ്ജീരകം കൂടെ ചേർക്കാം കേട്ടോ, അത് നല്ലൊരു ഫ്ലേവർ വരുവേ. അത് പെരിഞ്ജീരകം ചതച്ചാണ് ചേർത്തേക്കുന്നത്. അത് എന്നിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചിക്കന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചാറും കൂടെ ബാക്കി വയ്ക്കണം. പിന്നെ യൂഷ്വലി നമ്മൾ ബിരിയാണിക്ക് റൈസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നെയ്യും പിന്നെ ക്യാരറ്റും വറുത്ത ഉള്ളിയും ഗരം മസാലയുടെ ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ദമ്മെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഏകദേശം ഒരു ദം മോഡൽ വെച്ച് റൈസ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂം റൈസിൻസും ആ സവോളയും ഒക്കെ ചേർത്തിട്ട് ബാക്കി വന്ന ആ ചാറും കൂടെ ഒഴിച്ചെടുക്കുക. സൂപ്പർ ബിരിയാണി റെഡി.